നമ്മുടെ മൊബൈലിൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. എന്നാൽ ചില ആപ്ലിക്കേഷൻസുകളിലൊക്കെ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻസുകളിൽ അതുപോലെ തന്നെ നമ്മൾ മെയിൽ ID ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനും ഒരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഉണ്ടാകും. ഇങ്ങനെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മുടെ മൊബൈലിൽ നിന്നും നമുക്ക് അത് എൻ്റർ ചെയ്യുമ്പോൾ മറന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കണ്ടെത്തുക? അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഈ വീഡിയോ ഉപകാരപ്പെടാതിരിക്കില്ല. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഒരു സ്ഥലത്ത് ഇത് സേവായി കിടക്കാറുണ്ട്. അത് എങ്ങനെയെന്ന് നമുക്ക് കണ്ടെത്താം. അതിനായിട്ട് നമ്മൾ നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏത് ID വെച്ചാണ് ലോഗിൻ ചെയ്തത് ആ ലോഗോവും ആ IDയുടെ പേരും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കുറച്ച് ടാബുകൾ നിങ്ങൾക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ സെക്യൂരിറ്റി എന്ന ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് മാനേജർ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മെയിൽ ID വെച്ചിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷൻ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഫേസ്ബുക്ക് മുതൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഞാൻ ഈ ID വെച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പാസ്വേഡ് നമ്മൾ മറന്നു പോയിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് അത് കണ്ടെത്തുക? അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ പാറ്റേൺ ആണോ അല്ലെങ്കിൽ ഫിംഗർ ആണോ ഫേസ് ID ആണോ ഏത് ID വെച്ചിട്ടാണ് നിങ്ങൾ ലോക്ക് ചെയ്തിട്ടുള്ളത് ആ ID നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പാറ്റേൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ പാറ്റേൺ ഞാനിവിടെ തിരഞ്ഞെടുക്കുകയാണ്. പാറ്റേൺ കൊടുത്തു, കണ്ടിന്യൂ ഇവിടെ കൊടുക്കുകയാണ്. കൊടുത്ത ഉടനെ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ മെയിൽ IDയും കാണിക്കുന്നുണ്ട്, തൊട്ട് താഴെ പാസ്വേഡും കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു കണ്ണിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ക്രോസ്, ഒരു വര ഇട്ടിട്ടുള്ള ഒരു കണ്ണിൻ്റെ ഒരു ചിത്രം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ പാസ്വേഡ് ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ കൊടുത്ത പാസ്വേഡ് നിങ്ങൾക്കിവിടെ കണ്ടെത്താം. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പാസ്വേഡ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഒരു മെയിൽ ID വെച്ചിട്ട് ഉപയോഗിക്കുന്ന മൊബൈലിൽ ഏത് മൊബൈലിലും നിങ്ങൾ മെയിൽ ID ഉപയോഗിക്കുന്നുണ്ടാവും. അത് വെച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു പാസ്വേഡ് ആപ്ലിക്കേഷന് വേറെ പാസ്വേഡ് ആയിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക. ആ പാസ്വേഡൊക്കെ ഈ ഒരു സെക്ഷനിൽ സേവായി കിടക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അടുത്ത അവസരത്തിൽ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.